വൈവിധ്യങ്ങളാണ് കാട്ടാൽ പുസ്തകമേളയുടെ പ്രത്യേകത. മറ്റൊരു വൈവിധ്യം ഇവിടെയുണ്ട്, അതൊരു മാമ്പഴക്കാലമാണ്. AKS ഫ്രൂട്ട്സ് ആണ് വളരെ മനോഹരമായ ഒരു മാമ്പഴക്കാലം ഇവിടെ പുനരവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ ഇത്തവണ പ്രധാനമായും വെറൈറ്റി മാമ്പഴമാണ് നമുക്ക് പ്രധാനമായിട്ട് ഉൾക്കൊള്ളുന്നത്. അതിൽ കൂടെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ഇതായിട്ട് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കൂടെയാണ്. എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായും വന്നിരിക്കുന്ന മാമ്പഴം എന്ന് പറയുമ്പോഴത്തേക്ക് വെറൈറ്റി ആയിട്ട് വന്ന് ഇമാമസ് മാങ്ങ എന്ന് പറഞ്ഞാൽ പ്രത്യേകത ഒരുപാടുണ്ട്. നാരില്ലാത്ത മാങ്ങയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പൊ കഴിക്കുന്നവർക്ക് അത് നല്ല ടേസ്റ്റോട് കഴിക്കാൻ പറ്റും മാങ്ങ. അതുപോലെ ഇതൊന്നും വിഷാംശമില്ലാത്ത മാങ്ങ തന്നെയാണ്. അതൊരു പ്യൂറായിട്ട് വിഷാംശം ഇല്ലാത്ത മാങ്ങയാണ്. നമ്മൾ വൈക്കോലിൽ എടുക്കുന്നതാണ്. വൈക്കോലെടുത്ത് വൈക്കോലാവാത്ത വിധത്തിൽ നമ്മൾ കവർ ചെയ്താണ് ഇത് പഠിപ്പിച്ചെടുക്കുന്നത്. അല്ല വിഷാംശമായിട്ട് യാതൊരു ഇതിലും ബന്ധമില്ല. നല്ല പ്യൂറായിട്ടുള്ള മാങ്ങയാണ്. ഇതെന്ന് പറഞ്ഞാൽ അരിശി മാങ്ങ. നല്ല ടേസ്റ്റിയാണ്, സൂപ്പർ മാങ്ങയാണ്. വേണമെങ്കിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അല്ല, ഒന്ന് കട്ട് ചെയ്ത് നമ്മള് ഇത് കാണുന്നവർക്ക് എന്താണ് അതിന്റെ ഒരു പ്രത്യേകത കട്ട് ചെയ്ത് കാണിച്ചു തരാം. അത് വെറൈറ്റി മാങ്ങയുമാണ്. ടേസ്റ്റ് നല്ല ടേസ്റ്റുമാണ്. ഇതിന്റെ പേര് അരിസി എന്നാണ്. അപ്പൊ ഇത് നമ്മള് അരിശി മാങ്ങ എന്ന് പറയുന്നൊരു വളരെ വ്യത്യസ്തമായ ഐറ്റമാണ്. ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങയാണെന്നാണ് അവര് നമ്മൾ പരസ്യം പറയുന്നത് മാത്രമല്ല, നിങ്ങൾ അനുഭവിച്ചവരുണ്ട്. വേറെ ആണെങ്കിൽ വളരെ അറിയാനുള്ള മറ്റു ചില മാങ്ങകൾ കൂടി ഉണ്ട്. നമുക്ക് ഈ സപ്പോട്ട എന്ന് പറയുന്നത് എന്താണ് സംഭവം? സപ്പോട്ട മാങ്ങ എന്ന് പറയുന്നത് ഇതിനെ സപ്പോട്ട എന്ന് പറയും. നമ്മളൊരു വെങ്ങനപ്പള്ളി എന്ന് പറയും. വേങ്ങനപ്പള്ളി എന്നാണ് ഇതിന്റെ ശരിക്കുള്ള പേര്. പിന്നെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സപ്പോട്ട എന്ന് പേര് കൊടുത്തത്. ഇതിന്റെ ശരിക്കുള്ള പേര് വേങ്ങനപ്പള്ളി. അപ്പൊ നമ്മൾ ഈ മേള ഈ ഓരോ ദിവസം വർദ്ധിക്കും തോറും കൂടുതൽ വന്നുകൊണ്ടിരിക്കും. വെറൈറ്റി ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇനിയുണ്ട് മല്ലിക മാങ്ങയുണ്ട്. പഴുത്തില്ല, പഴുക്കാത്തോണ്ട് വെച്ചൊക്കെയാണ്. പഴുത്തതിന് ശേഷം മാത്രമേ പുറത്തെടുക്കുള്ളൂ. ഇതൊന്നും കവർ ചെയ്താണ്ട. ഇതിനകത്തൊന്നും വേറെ ഒന്നും കെമിക്കലോ ഒന്നും ചേർക്കുന്ന സാധനങ്ങളല്ല. ഇത് പ്യൂറായിട്ട് ചൂടിൽ നിന്ന് ചൂടായിട്ട് പഴുത്തോണ്ടിരിക്കുന്നതാണ്. ചൂടടിച്ച് പഴുക്കുന്നതാണ്. ഇതിലൊന്നും ഒരു വിഷാംശം ചേർക്കുന്നതല്ല. അപ്പോ ഈ കാണുന്ന കണ്ടില് നമ്മള് സ്വാഭാവികമായി മാങ്ങയാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഈ സ്റ്റാളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ഇത് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലൊന്നും യാതൊരുവിധ ആശങ്കയും വേണ്ട. വളരെ നല്ല രീതിയിലുള്ളൊരു ഒരു മാമ്പഴ മേളയാണ് നമുക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മള് പറഞ്ഞു ഇവിടെ വ്യത്യസ്തങ്ങളായ ഒരുപാട് മാമ്പഴം ഉണ്ടെന്ന് പറഞ്ഞു. മാമ്പഴം മാത്രമല്ല, മറ്റ് ഫലവർഗ്ഗങ്ങൾ ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? ആപ്പിളുണ്ട്, ഡ്രാഗണിൽ ഒരു 3 ഐറ്റം ഉണ്ട്. പിന്നെ ഗ്രേപ്സ് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് കഴിഞ്ഞു. പിന്നെ തണ്ണിമത്തന്, പിന്നെ ആപ്പിൾ 2-3 ഐറ്റം ഉണ്ടായിരുന്നു. 3 ഐറ്റങ്ങൾ തീർന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഈ സ്റ്റാളിലേക്ക് വരുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉറപ്പെന്താണ്? ഈ നല്ല ഗ്യാരണ്ടിയുടെ സാധനം കൊടുക്കുകയാണ്. അത് വില കുറച്ചാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ കിവി വന്നിട്ട് പുറത്ത് വന്നിട്ട് പിന്നെ 160 രൂപ വില ഉണ്ട്. നമ്മൾ 120 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇത് 300 ഗ്രാമാണ് വെയിറ്റ്. സാധാരണ വെയിറ്റ് വരുന്നത് 150 ഗ്രാമാണ് വരുന്നത്. ഇത് വെയിറ്റ് അറിയാൻ പറ്റും. കറക്റ്റ് 310 ഗ്രാം ഉണ്ട്. വെറും 120 രൂപ വില ഉള്ളൂ. അപ്പൊ ഇത് നമ്മുടെ ഗുണമേന്മയുള്ള സാധനങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാം നല്ല സാധനങ്ങളാണ് കൊടുക്കുന്നത്, ഗ്യാരണ്ടിയോടാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ സ്റ്റാളിലേക്ക് ആൾക്കാർ ഇങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ക്വാളിറ്റിയുടേതാണോ? അത് തീർച്ചയായിട്ടും. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാരെ പുതിയ വെറൈറ്റി സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒരു 14-16 ഐറ്റം മാങ്ങ ഉണ്ട്. വീണ്ടും വന്ന് മാങ്ങ കഴിഞ്ഞപ്പോൾ നാളെ പിന്നെ ഒരു പൊട്ടിക്കാതെ പഴുക്കാൻ വെച്ചൊക്കെയാണ്. വെറൈറ്റി മാങ്ങ ഉണ്ട്. എന്തായാലും ഒരു 10-25-30 ഐറ്റം മാങ്ങ ഉണ്ടാവും. ഇപ്പൊ കാട്ടാൽ പുസ്തകമേളയിലെ മാമ്പഴ സ്റ്റാളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് വളരെ ഗ്യാരണ്ടി ആയിട്ട് ഇവിടെ വരാം. കാട്ടാൽ പുസ്തകമേളയിലെ മറ്റ് ആഘോഷങ്ങളെ പോലെ തന്നെ ഇവിടുത്തെ വ്യാപാരവും പിടിപിടിക്കുകയാണ്.
കാട്ടാൽ പുസ്തകമണിയിൽ നിന്നും ക്യാമറാമാൻ സതീഷ് പെരുമൂടിനൊപ്പം നന്ദകുമാർ.